നമുക്കിന്നൊരു വലിയ കാട്ട പിലോപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയതല്ല കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഇത്രയും വലുതായ കാരണം എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് അനുവാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെത്തിയാണ് എടുക്കുന്നത്. ചില ആൾക്കാർ ഇത് പുളിവെള്ളത്തിലിട്ട് റെഡിയാക്കി എടുക്കും, അല്ലെങ്കിൽ മുറ്റത്ത് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർ കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലിലിട്ട് ഉരച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെതമ്പലും ആ കറുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അത്രയും സ്ഥലവും സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളിങ്ങനെ ചെത്തിയാണ് എടുക്കണത്. ഇങ്ങനെ ചെത്തി എടുത്താൽ മതി. ഓൾറെഡി കത്തിക്ക് ഭയങ്കര മൂർച്ചയാണ്, അത് പോരാഞ്ഞിട്ട് അനു പിന്നെയും മൂർച്ച കൂട്ടിയിട്ടാണ് ഇട്ട് ചെത്തണത്. എനിക്ക് പേടിയാണ് ഇങ്ങനെ ചെത്താനായിട്ട്. ആ മുള്ളു കൊള്ളോ എന്നുള്ള പേടി കൂടാതെ ഈ കത്തിക്ക് ഇത്രയും മൂർച്ചയുള്ള കാരണം പെട്ടെന്ന് എങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നല്ല സുഖമായിരിക്കും. അത് കാരണം അനു കണ്ടോ ചെത്തിയെടുക്കണേ. അപ്പോൾ ആദ്യം ഇങ്ങനെ നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ ചെത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിലത്തെ ആ മുള്ളു പോലത്തെ ഇല്ലേ, അതിന് ഭയങ്കര കട്ടിയാണ്. ഞങ്ങളുടെ കത്രികയൊക്കെ മൂർച്ചയില്ല. അപ്പോൾ അത് കാരണം വെട്ട് കത്തി പോലത്തെ ഒരു കത്തി ഉണ്ട് ഞങ്ങൾക്ക്, അത് വെച്ചാണ് ഇങ്ങനെ വെട്ടിയെടുക്കണം. വെട്ടിയാണ് എടുത്തത്, ശരിക്കും പറഞ്ഞാൽ മുറിയണേ ഇല്ലായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ ചെത്തി നല്ല ഭംഗിയിൽ ചെത്തണ്ട കേട്ടോ. എന്തായാലും അനു അത് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ചെത്തിച്ചാൽ മതി. അവർ സിമ്പിളായിട്ട് ഇതുപോലെ ചെത്തിത്തരും. നല്ല സൂപ്പറായിട്ടില്ലേ. ഞാൻ ചെത്തുമ്പോൾ എന്താണാവോ, ഒന്നെങ്കിൽ അതിൻ്റെ മാംസമൊക്കെ കൂടി പറഞ്ഞു വരും, അല്ലാന്നുണ്ടെങ്കിൽ ചെതമ്പൽ മാത്രമായിട്ട് ഇങ്ങനെ പോന്നിട്ട് ആ മേത്തുള്ള കറുത്ത സാധനമൊക്കെ അതുമ്പോൾ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത് കുറേ നേരം എടുത്തിട്ടാണ് ഞങ്ങളിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. തന്നെയല്ല, കിച്ചൺ ഫുള്ളും ഇതിൻ്റെ ചെതമ്പലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇരട്ടിപ്പണിയായിരുന്നു. പിന്നെ വാങ്ങിച്ച് പോയില്ലേ എന്ന് ഓർത്തിട്ട് ഇട്ട് കാണിക്കണേണേ. ഇത്രയും വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് മേടിക്കണം തന്നെയാണ് നല്ലത് കേട്ടോ. നമുക്ക് ഭയങ്കര പണിയാണ്. പിന്നെ പണിയാണെന്നും പറഞ്ഞ് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ അധ്വാനിച്ചു. 10 സെക്കൻഡ് വേണ്ടത് തിന്ന് തീർക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തലയുടെ ക്ലീനിങ് ആണ് കേട്ടോ. തലയുടെ ആ സാധനം കട്ട് ചെയ്ത് മുങ്ങി വെട്ടിയാണ് കേട്ടോ കളയണത്. താഴത്ത് നമ്മുടെ കുട്ടപ്പായി ഉണ്ട്. കുട്ടപ്പായി ഫസ്റ്റ് പണ്ടൊന്നും ഇങ്ങനത്തെ മീനൊന്നും കഴിക്കില്ലായിരുന്നു, പച്ച മീനൊന്നും കഴിക്കില്ലായിരുന്നു. അവൻ്റെ ഫുഡ് മാത്രമേ കഴിക്കുള്ളായിരുന്നേ. ഇപ്പോൾ പക്ഷേ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കണില്ല, അത് കാരണം ഈ മീനൊക്കെ തിന്നോളും. കെട്ടിലുള്ള മീനൊന്നും ഒട്ടും തിന്നൂലായിരുന്നു അവൻ. ചാളയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കഴിച്ചോളും. ഇങ്ങനത്തെ പിലോപ്പി പിന്നെ കരിമീൻ പൊരിക്കുക അതൊന്നും അവൻ കഴിക്കുകയില്ലായിരുന്നു കേട്ടോ, പള്ളത്തി. ഇപ്പം ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ അവൻ കഴിച്ചോളും. ഇതാണ് കേട്ടോ നമ്മുടെ വെട്ട് കത്തിയും കൊണ്ട് വെട്ടിയാണ് ഈ സൈഡ് കളയാൻ നോക്കണത്. നാട്ടപ്പടി ആവണില്ലായിരുന്നു, കുറേ നേരത്തെ പണി തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ വെട്ടുമ്പോഴും അതിലത്തെ ആ ചെതമ്പലൊക്കെ തെറിച്ച് ആ മതിലയിലൊക്കെ പോയി ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും ഞാനിതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള വാശിയിലാണ് ടാനു. വെട്ടി മീൻ ആവശ്യതയായി, അത് വേറൊരു കാര്യം. അതിൻ്റെ മുഞ്ഞി വെട്ടിക്കളയണേ. ഞാനിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കറി വെക്കാനായിട്ട് കൊടുത്ത് ബാക്കിയുള്ള വിസ് വറുക്കാനും എടുത്തിട്ട് അത്യാവശ്യം കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലുതായിരുന്നല്ലോ മീൻ. ഇപ്പം അനുവിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്നും മുള്ളും ഉണ്ടായിരുന്നു കേട്ടോ. മുള്ളുകൊണ്ടാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ ഓർത്ത് ആ കത്തിയുടെ സൈഡ് എന്തോ കൊണ്ടാണെന്നാണ് ഓർത്തത് കേട്ടോ. പക്ഷേ ഇല്ല, മുള്ളുകൊണ്ടതായിരുന്നു. അപ്പം അനു പറയണുണ്ട്, ഈ മീൻ എന്തൊരു ഭംഗിയുള്ള മീനല്ലേ, ഇത് വെള്ളത്തിൽ കൂടെ പോയി നല്ല സന്തോഷത്തോടുകൂടി അതിൻ്റെ സൗന്ദര്യമൊക്കെ കാണിച്ച് വെള്ളത്തിൽ കൂടെ പാഞ്ഞതായിരിക്കൂലേ എന്ന്. ശരിയാണ്, ഇത് കണ്ടില്ല ഇങ്ങനെ പോണ കാണാൻ നല്ല ഭംഗിയില്ലേ. പാവം അതിനെ ഇപ്പം പൊരിച്ചടിച്ച് കയറ്റും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉള്ളിലൊക്കെ വെള്ളം കയറ്റി ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നേ മേടിച്ച പിലോപ്പി കട്ട് ചെയ്ത് ഇത്തിരി വലുതായി പോയിട്ട്, അപ്പോൾ അത് കാരണം പുറം കരിഞ്ഞും ഉള്ളു വേവാതെയുമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് കാരണം ഇത്തവണ നമ്മളതിനെ നേരിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റിൽ മുരിഞ്ഞ് വരും കേട്ടോ. നല്ല ഉള്ളും പുറമൊക്കെ നല്ലോണം കറക്റ്റായിട്ട് കുക്കാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി നേരിയതായിട്ടാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്യാനും പാടാണ്, ആ നടുക്കുള്ള ആ മുള്ളുള്ള കാരണേ നല്ല ടാസ്ക്കാണ് എന്തായാലും ഈ പരിപാടി.
ഇത് ഞങ്ങൾ ചെയ്യണത് രാത്രിയാണെന്നും കൂടി ഓർക്കണേ. എൻ്റെ കയ്യിൽ കൊച്ചിരിപ്പുണ്ടേ. അപ്പം ഞാൻ അതിനോട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ടൊന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് എന്തായാലും കൂട്ടിയാൽ കൂടൂല ഇത്. പിന്നെ വലിയ മീൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അനു തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നത്. കഴിഞ്ഞ തവണ ഇത്രയും വലുതായിരുന്നില്ല കൊണ്ടുവന്നത്. അതന്ന് അക്ഷിതയാണ് ക്ലീൻ ചെയ്തിട്ട് അവൾ പുളിയിട്ടാണ് സെറ്റ് ചെയ്യാറ് കേട്ടോ. വാളംപുളി എന്തോ ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കും. അതാ ഞാൻ കുറച്ച് കറി വയ്ക്കാനും എടുത്ത് ബാക്കിയുള്ളത് മസാല തേച്ച് പൊരിക്കാനും എടുത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. ഇപ്പം നമുക്ക് കറിയുള്ള കാരണം എടുത്തില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.